ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തന്നെ എപ്പോഴും ഉണ്ടാവാറുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. റവയും കിഴങ്ങും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വൈകുന്നേരങ്ങളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് മറക്കാതെ പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. എന്നിട്ട് നല്ലപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റവയിലേറെ കൂടുതലായിട്ടാണ് കിഴങ്ങ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഒരു 1/2 കപ്പ് റവയിലേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 1/2 കപ്പ് റവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വറുക്കാത്ത റവ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. വറുത്ത റവ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് ഞാനിവിടെ എരിവിനായിട്ട് കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്രയൊന്നും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നാക്സിലൊക്കെ ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മറക്കാതെ ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നല്ലപോലെ കുഴച്ച് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു മുട്ട വെച്ചിട്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് നനച്ചെടുക്കണം. അങ്ങനെ നനച്ചാൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് പതുക്കെ കുറച്ച് എടുത്തിട്ട് ബോൾ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് കാരണം നിങ്ങൾ ഇതിലേക്ക് കൂടുതൽ റവയൊന്നും ചേർത്ത് കൊടുക്കരുത്. അത് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇതെല്ലാം നമുക്ക് ബോൾസ് ആക്കിയെടുക്കണം. അപ്പോൾ കൈ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്തിട്ട് ഇത് മുഴുവനായിട്ടും ഇതുപോലെ ബോൾസ് ആക്കിയെടുക്കാം. ഇനി ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഓരോ ബോൾസ് എടുത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് കൈ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാരണ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാനിതിവിടെ റെഡി ആയിട്ട് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാനിതിവിടെ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, അതുപോലെ പുറംഭാഗം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്